വോട്ടുകൊള്ളയ്ക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാര യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ബീഹാറിലെ സസാരാമിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഏകദേശം 1300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആരയിലാണ് സമാപിക്കുക. അടുത്ത മാസം 1-ാം തീയതി ബീഹാറിലെ പട്നയിൽ വലിയൊരു റാലിയോടുകൂടി, മെഗാ റാലി, ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കൾ പങ്കെടുക്കുന്ന മെഗാ റാലിയോടുകൂടിയാണ് ഈ യാത്രയ്ക്ക് സമാപനമാവുക. ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഈ സസാറാമിലേക്ക് എത്തിയിട്ടുണ്ട്. സസാറാമിലെ ഈ മൈതാനത്ത് നിന്നാണ് കോൺഗ്രസിന്റെ യാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ പതാകയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അടക്കം പോസ്റ്ററുകളും അടക്കം ഏന്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. आप कहां से? क्या कहूँ, कुछ कहा नहीं जाता, बिन के भी तो रहा नहीं जाता। मेरा नाम गांधी विजय कुमार सिंह यादव धावक और हिंदुस्तानी टाइगर और तिरंगा झंडा वाला भागलपुर जिला बिहार का रहने वाला हूँ। बीएससी फिजिक्स LLB भी हूँ। वोटर लिस्ट में राहुल गांधी बहुत वोटर अधिकार यात्रा में मैं पूरे यात्रा में रहूँगा। 40-45 साल से कांग्रेस में हूँ। केंद्र के सरकार के इशारे पर चुनाव आयोग निष्पक्ष चुनाव कराना नहीं चाहती है। ये भेदभाव ये बिहार में जानती है कि मोदी सरकार आने वाला नहीं है, लेकिन നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുന്നത്. നിരവധി തെളിവുകൾ ഇതുമായി നൽകിയിട്ട് പോലും അതിലൊരു നടപടി എടുക്കുവാൻ ഇതുവരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി. രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന നിലപാടുകൾ മാത്രമാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വരികയാണ്. ഇത്തരത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കണം, ഭരണഘടനയെ സംരക്ഷിക്കണം, ഒരാൾക്ക് ഒരു വോട്ടെന്ന വ്യവസ്ഥ കൃത്യമായി പാലിക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആവശ്യം. ഇന്ന് RJD നേതാവ് തേജസ്വി യാദവ് കൂടി രാഹുലിനൊപ്പം ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ഇന്ന് ഔറംഗാബാദിലാണ് ഈ യാത്ര സമാപിക്കുക. കാരണം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിഷേധം പാർലമെന്റിലടക്കം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. പാർലമെന്റ് സഭകളടക്കം ഈ വർഷകാല സമ്മേളനത്തിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തയ്യാറാകുന്നില്ല. അത് കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കണം. ജനങ്ങളെ അത് എന്താണ് രാജ്യത്ത് നടക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി പ്രതിപക്ഷം ഇന്ന് നേരിട്ട് ഇറങ്ങുകയാണ്. കാരണം 65 ലക്ഷത്തോളം പേരെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായി ഒഴിവാക്കിയെന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന ആരോപണം. കാരണം പക്ഷേ ഇതിലൊന്നും ഇത്തരം പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും അത്തരം ആരോപണം ഇല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ മനസ്സിലാക്കണം. കാരണം ബീഹാറിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറുവാൻ തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇത് നമുക്കറിയാം, BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ ബീഹാറിലേക്ക് എത്തി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്ന് തൊട്ടടുത്ത ദിവസം പോലും പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തി എന്ന ആരോപണമാണ് പ്രതിപക്ഷം അടക്കം ഉയർത്തുന്നത്. അപ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടക്കം സജീവമായി കൃത്യമായി ജനങ്ങളെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. നിങ്ങളുടെ വോട്ട് അല്ല, മറിച്ച് കൃത്രിമമായി ചേർത്തവരുടെ വോട്ടുകൾ കൊണ്ടാണ് BJP സർക്കാർ അധികാരത്തിലെത്തിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ആ ആരോപണം കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാറിലെ സസാരാമിൽ നിന്നും ഹരി മുണ്ടൂരിനൊപ്പം അരവിന്ദ് പിയ, മീഡിയ 1.